ഞാനിപ്പോൾ ഉള്ളത് CYD സെൻറ്റർ ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ അടുത്താണ്. ജയശ്രീ മാഡം ഉണ്ട്. ജയശ്രീ മാഡമാണ് അതിൻ്റെ ചെയർമാൻ. അപ്പം ജയശ്രീ മാഡം ഇപ്പോൾ ഏകദേശം നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റുകളുണ്ട്? നമുക്കൊരു 71ഓളം പ്രൊഡക്റ്റ്. ഇപ്പം ഹണിയൊക്കെ ശരിക്കും വളരെ ഓർഗാനിക്കായിട്ട്, അതായത് ഒരു മായവും ചേർക്കാത്ത, ഒരു മായം ചേർക്കുന്നില്ല. എല്ലാം ഓർഗാനിക്കാണ്. നമ്മൾ നേരിട്ട് കർഷകരുടെ തന്നെ, നമ്മളുടെ കർഷകരുടെ തന്നെ എടുക്കുന്നത്. 2008 മുതൽ ഹോർട്ടിക്രോപ്പിന്റെ ബീ ബ്രീഡിംഗ് യൂണിറ്റായി പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതിന്റെ ബേസിലാണ് നമ്മൾ കേന്ദ്ര സർക്കാർ 10,000 FPO പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെൻറ്റർ ഫോർ യൂത്ത് ഡെവലപ്മെന്റിന്റെ കെയർ ഓഫിൽ പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും പിന്നെ ഹോർട്ടികോർപ്പും സംയുക്തമായി വയനാട്ടിൽ രൂപീകരിച്ച തേനിൻ്റെ മേഖലയിലെ ഒരു ആദ്യത്തെ കമ്പനിയാണ്. 2 കമ്പനികളെ കേരളത്തിലുള്ളൂ, ഒന്ന് വയനാട്ടിലും ഒന്ന് തിരുവനന്തപുരത്തും. വയനാട്ടിൻ്റെ പ്രത്യേക ഗുണമേന്മ കൂടിയ തേൻ കിട്ടുന്നു എന്നുള്ള ആ ഒരു ബേസിലാണ് ഇവിടെ കമ്പനി ആരംഭിച്ചത്. അപ്പം ആ ഒരു ഉത്തരവാദിത്തം നമ്മളെ അവരെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പം നമ്മൾ നല്ല രീതിയിൽ കമ്പനി ഫോം ചെയ്തു. കർഷകരുടെ കൂട്ടായ്മയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കർഷകർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേൻ എടുക്കുന്നതും കർഷകരിൽ നിന്നാണ്. ഏകദേശം 3-4-5-6 തരം തേന് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് പലതും പല കൂട്ടായ്മകളിലാണ് ചെയ്യുന്നത്. കർഷകരുണ്ട്, ആദിവാസി വിഭാഗക്കാരുണ്ട്, അവരിൽ നിന്നൊക്കെയാണ് തേനെടുക്കുന്നത്. പിന്നെ നമ്മളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് തേനെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ കലർപ്പില്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് കർഷകർ ഗൾഫിലേക്കും വിദേശത്തേക്കും സ്വദേശത്തേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ, വ്യക്തികളും സംഘടനകളൊക്കെ നമ്മുടെ അടുത്ത് തേൻ കൊണ്ടുപോകുന്നുണ്ട് ആ വിശ്വാസത്തിൻ്റെ പേരിൽ, ഒറിജിനലാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ. അതേപോലെ തന്നെ നമ്മൾ ഇൻഫ്യൂസ്ഡ് ഹണികളും ചെയ്യുന്നുണ്ട്. പിന്നെ തേനിൻ്റെ മെഴുക് ഉപയോഗിച്ച് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 12ഓളം ഉൽപ്പന്നങ്ങൾ നമ്മൾ തേൻ മെഴുക് ഉപയോഗിച്ച് ചെയ്യുന്നു. അത് പല ഉപയോഗത്തിനായിട്ടാണ് എടുക്കുന്നത് അസുഖങ്ങൾക്ക്. പിന്നെ മൾട്ടി പർപ്പസാണ് പല ഉൽപ്പന്നങ്ങളും. ഇതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേനാണ് ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? തേനാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. തേൻ മാത്രമല്ല, തേനിന്റെ മെഴുകും അതേ. കാരണം വെച്ചാൽ ഒറിജിനലായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ വളരെ നമ്മൾ മായങ്ങളിനകത്തുനിന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളത് ഏറ്റവും നല്ല തേൻ കിട്ടും എന്ന് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. തേനിന്റെ മേഖലയിൽ ഏറ്റവും നല്ല തേൻ കിട്ടുന്നത് വയനാട് ഗ്രാമവികാസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ജനങ്ങളുടെ ഒരു ധാരണ, അവരൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും നന്നായി ചെലവാകുന്നതും പോകുന്നുണ്ട് തേന് പോലെ. അതേപോലെ മറ്റു ഉൽപ്പന്നങ്ങളും ഒരുപാടുണ്ട്. വയനാടിന്റെ തനതായ കുറേയേറെ ഉൽപ്പന്നങ്ങളുണ്ട്. വയനാടിന്റെ കസ്തൂരി മഞ്ഞൾ, പിന്നെ വയനാടൻ മഞ്ഞൾ, പിന്നെ കുരുമുളക്, വയനാടിന്റെ ചായപ്പൊടി, വയനാടിന്റെ കാപ്പിപ്പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ വയനാടിന്റെ തനതായിട്ട് ഇവിടെ നമ്മളെ നേരിട്ട് നമ്മുടെ കർഷകർ ചെയ്യുന്നു. നമ്മളവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർ ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നതാണോ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവരെ എല്ലാ രീതിയിലും നമ്മൾ മാർക്കറ്റിങ്ങിന് ഉൾപ്പെടെ നമ്മൾ പല രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് മാം ഈ ബീ വാക്സ് എന്ന് പറഞ്ഞിട്ട്? ഇത് നമ്മൾ ഏകദേശം ഒരു 10-11 ഐറ്റം പച്ചമരുന്ന് കൃത്യമായിട്ട് സംയോജിച്ച് തേനും മെഴുകും, തേനില്ല മെഴുകും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം വാദം പോലുള്ള അസുഖങ്ങൾക്ക്, വാദത്തിന്റെ സംബന്ധമായ വേദനകൾ, പിന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഫേസ് ക്രീം ചെയ്യുന്നുണ്ട്. ഫേസ് ക്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പലരും ഒരു പ്രാവശ്യം വാങ്ങിച്ച് നമ്മൾ ഫോൺ നമ്പർ നോക്കി വിളിച്ച് പറഞ്ഞ് നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, അത് അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ആ ഫേസ് ക്രീമാണ്. അത് തേൻ ഉപയോഗിച്ചും മെഴുക് ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. അത് തേൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഫേസ് ക്രീം. ഇത് ഹണി സോപ്പാണ്. ഇത് ഫേസ് ക്രീമാണ് അല്ലേ? അത് ഒരിക്കൽ വാങ്ങിച്ച് ഉപയോഗിച്ച ഒരു കറുത്ത പാടുകൾ വളരെ സ്മൂത്ത് ആവാൻ അതിനെല്ലാം അവര് ചെയ്യുന്നുണ്ട്. ഹണി സോപ്പാണ്. ഹണിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ച് പെട്ടെന്ന് ഇത് കുറച്ച് നനവ് തട്ടുമ്പോൾ പെട്ടെന്ന്, ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് ഒന്ന് ലൂസാവുന്നു എന്നുള്ളൊരു തേനായതുകൊണ്ടാണ്. അതെ, അങ്ങനെ വെക്കണമായിരിക്കും. പക്ഷെ അപ്പൊ ഇതിപ്പോ പുറത്തിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. പിന്നെ ഇത് എന്തൊക്കെശാല അരിയാണ്, വയനാടിന്റെ തനത് അരിയാണ്. വയനാടിന്റെ സ്വന്തം എന്ന് പറയുന്നത് വയനാടിന് പേറ്റന്റ് കിട്ടിയിരിക്കുന്ന അരിയാണ്. നമ്മളുടെ കർഷകർ ചെയ്യുന്നതാണ്. വയനാട്ടിൽ മാത്രമേ ഇത് ഒറിജിനലായിട്ട് കിട്ടുള്ളൂ. ഇതിന് നല്ല മണമാണ് ഗന്ധകശാല. പിന്നെ ബിരിയാണി പോലെ നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഉപ്പുമാവ്, കഞ്ഞി വെക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, ചോറുണ്ടാക്കാം. എല്ലാത്തിനും സാധാരണ അരി ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ദോശ തുടങ്ങിയവയ്ക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല.
ഇത് ട്രിഗോണ ഹണി. അത് ചെറുതേനാണ്. ചെറുതേനാണ്. ചെറുതേൻ എന്താണെന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നാനാവിധ പൂക്കളിൽ നിന്നാണ് ഈ ചെറുതേൻ വരുന്നത്. പിന്നെ ഒരു വലിയ ക്വാളിറ്റി നമുക്ക് എടുക്കാൻ കിട്ടില്ല, വളരെ കുറഞ്ഞ ക്വാളിറ്റി മാത്രമേ കിട്ടുള്ളൂ. കാരണം ചെറിയ തേനീച്ചകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂട്ടിൽ നിന്ന് മാക്സിമം ഒരു വർഷം 250 മുതൽ 500 ഗ്രാം വരെ ഒരു കൂടിൽ നിന്നും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യം വളരെ കൂടുതലാണ്. പിന്നെ അത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് കണ്ണിൻ്റെ അസുഖത്തിന്, കുട്ടികളുടെ അസുഖത്തിന്, പിന്നെ ക്യാൻസറിന്. നാടൻ പശുവിൻ്റെ മൂത്രം ഉപയോഗിച്ച് കറ്റാർവാഴ ഉപയോഗിച്ച് ചെയ്യുന്ന ആ മരുന്ന് ഇത് പ്രത്യേകമായിട്ട് എടുക്കുന്നുണ്ട്, അത് കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഇവിടെ ഒരുപാട് വിൽപ്പന സാധ്യത വളരെ കൂടുതലാണ്. ഈ വില നമ്മൾ പറഞ്ഞാൽ തന്നെ ആൾക്കാർ നന്നായിട്ട് വിറ്റുപോകുന്നൊരു സാധനം. വയനാടൻ തൊണ്ടി 100% തവിടുള്ള അരിയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പാരമ്പര്യമായി വയനാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അരിയാണ്. ഇപ്പോൾ ഇതും കേരളത്തിന് പുറത്ത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കൊറിയർ മാർഗം SRTCയിലേക്ക് അയക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ 80% തവിടുള്ള അരിയാണിത്. പിന്നെ അതിൻ്റെ തന്നെ 100% തവിട് കളയാത്ത പച്ചരിയാണ്. പച്ചരി. അരിന്റെ തവിട് കളയാത്തുള്ള ഗുണമേന്മയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇന്നത്തെ സാക്ഷരരായ കേരളക്കാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഏവർക്കും അറിയാം. പക്ഷെ കിട്ടാത്താണ് പലർക്കും പ്രശ്നം. അപ്പൊ ഇനി അത് ഞങ്ങളുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും, എല്ലാവർക്കും അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതൊക്കെ പാക്ക് ചെയ്താണല്ലേ? ഇത് മുത്താറിന്റെ അവിലാണ്. മുത്താറി വയനാട്ടിൽ പണ്ട് ധാരാളം കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോഴും പുതിയതായി വന്നു തുടങ്ങി, മുത്താറി കൃഷി ചെയ്ത് തുടങ്ങി. ഇപ്പൊ നമ്മൾ അവില് ചെയ്യുന്നുണ്ട്, നമ്മളെ കർഷകര് ചുരുക്കം ചിലരൊക്കെ അവില് ചെയ്യുന്നുണ്ട്. അതും പച്ചരി പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതന്നെ. പിന്നെ കുരുമുളക്, വയനാടിന്റെ കുരുമുളക്, വയനാടിന്റെ ഏലം, വയനാട്ടിൽ നിന്നുള്ള ചായപ്പൊടി, ഇതൊക്കെ ഇവിടെ വളരെ ലഭ്യമാണ്. പിന്നെ അതേപോലെ ഇത് നമ്മളെ ഉൽപ്പന്നം വയനാടിന്റെ തേൻ തന്നെ വേറെ കുപ്പിയിൽ. അത് നമുക്കൊരു കോംപ്ലിമെന്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം അതെ, നല്ലൊരു കുപ്പിയാണല്ലോ. ആർക്കെങ്കിലും ഗിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയനാടിന്റെ നല്ല ഫാമിലുണ്ടായത് നിങ്ങൾക്ക് നേരിട്ട് ഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ. പിന്നെ വയനാടൻ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞ ലോക പ്രശസ്തമാണ്. കാരണം നമ്മൾ അതിനെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ല, ഇവിടെ ഭയങ്കര വേറൊരു ഡൈവേർഷൻ വന്നിട്ടുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞത്, ഈ പ്രൊഡക്റ്റ് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് വെച്ചിരിക്കുന്നതും അതേപോലെ ഒരു ഡിസ്പ്ലേയിലാണ്. കാരണം നല്ലൊരു കുപ്പിയും. അപ്പോൾ ഇത് ആർക്കെങ്കിലും, കാരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട് ഹെൽത്ത് വൈസ്. കാരണം മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ബ്രാൻഡഡ് ആയിട്ടുള്ള വാങ്ങിക്കണതും പിന്നെ ഇവിടെ ഫാമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് എടുക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുക്കുമിൻ എടുത്തു കളഞ്ഞിട്ടാണ് അത് വരുന്നത്. ഇത് കുക്കുമിൻ അതെ. നമ്മൾ എന്റെ വീട്ടിലൊക്കെ മഞ്ഞൾപ്പൊടി അത് ഞാൻ ഏറ്റവും നല്ല ജൈവ കർഷകർക്കുള്ള സ്റ്റേറ്റ് അവാർഡുള്ള ഏറ്റവും നല്ല ഇപ്പൊ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ വർഷത്തെ അവാർഡ് എനിക്കായിരുന്നു, സ്റ്റേറ്റ് അവാർഡ്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ അഭിമാനമുണ്ട് കണ്ടതിൽ കേട്ടോ. പിന്നെ രാഷ്ട്രപതിയുടെ പിന്നെ ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തനത്തിനുള്ള അവാർഡും ഞങ്ങൾക്കായിരുന്നു 10. അപ്പൊ പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മോശമെന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ ഞങ്ങളായിട്ട് ഉണ്ടാക്കാറില്ല. പിന്നെ പ്രകൃതി എങ്ങനെയെങ്കിലൊക്കെ സാന്ദർഭികമായിട്ട് വന്നു പോയെങ്കിലേ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പെയിൻ ബാബാണ്. വേദനയുള്ള നമ്മള് തേനിന്റെ മെഴുക്, പിന്നെ വെളിച്ചെണ്ണ, അതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടി നമ്മൾ വാനിലേൻ്റെയോ പിന്നെ പുൽത്തൈലത്തിന്റെ എസൻസ് ചേർക്കുന്നുണ്ട്. അതൊരു പ്രത്യേക കോമ്പിനേഷനിലാണ് ചേർക്കുന്നത്. നമുക്ക് ശരീരത്തിൽ പുറത്തുണ്ടാകുന്ന ഏത് വേദനകൾക്കും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ കാല് പൊട്ടുന്നതിന് വിണ്ടുകിറില്ലേ, പിന്നെ ശരീരം സ്മൂത്ത് ആവുന്നതിനുള്ള പിന്നെ അതിവിടെ തീർന്നു പോയത്, അതിവിടെ ഉണ്ടായിരുന്നു. വയനാടിന്റെ തനത് കാപ്പിപ്പൊടി, വയനാട് കാപ്പിന്റെ കേന്ദ്രമാണല്ലോ. വയനാടിന്റെ കാപ്പിപ്പൊടി, വയനാടിന്റെ ഒറിജിനൽ കാപ്പി, നമ്മളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന കാപ്പി പൊടിച്ചിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കാപ്പി. പിന്നെ ചിക്കറി ഒന്നും ചേർക്കില്ല, 100% കാപ്പി തന്നെയാണ്. പിന്നെ ഇത് തുറമാങ്ങ, തുറമാങ്ങ നിങ്ങളെ പലർക്കും അറിയാം. ഇന്ന് അതും അതേപോലെ നമ്മളെ പറമ്പുകളിൽ നിന്ന് തന്നെ, നമ്മളുടെ കർഷകരുടെ പറമ്പുകളിൽ നിന്ന് തന്നെ എടുക്കുന്ന തുറമാങ്ങയാണിത്. മാങ്ങയാണ്. മാങ്ങ നമ്മൾ മസാല ചേർത്ത് ഉണക്കി അത് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഉണക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കും. എത്ര കാലം വേണമെങ്കിലും. കാരണം എൻ്റെ വീട്ടിൽ 5 വർഷമൊക്കെ ഉള്ള കണ്ണിമാങ്ങ അച്ചാറുണ്ടാവും. ഞങ്ങൾ പാരമ്പര്യമായിട്ട്
ഒരു ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് നാശാവില്ല. നാശാവാത്ത രീതിയിൽ നമ്മൾ ചെയ്യും. ചക്കേന്റെ ചിപ്സ് ആണ്. ചക്കേന്റെ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ അൺബിലീവബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, ചക്കേന്റെ ചിപ്സ് വയനാട് ചക്ക കേരളത്തിൽ എവിടെയും ദാരിദ്ര്യമില്ല. ചക്കേന്റെ എവിടെയും കിട്ടും. പക്ഷെ നമ്മളിത് വെളിച്ചെണ്ണയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് ഏകദേശം കഴിഞ്ഞ സീസണിൽ ചെയ്താ. ഇപ്പോൾ ഇതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. എയർ ടൈറ്റ് ചെയ്തിട്ട് വെച്ച് നമ്മളിപ്പോൾ അടുത്ത് പാക്ക് ചെയ്താ. പക്ഷെ ചക്ക ചിപ്സിന് വൻ ഡിമാൻഡുമാണ്. നേന്ത്രക്കായന്റെ ചിപ്സിനെ കഴിഞ്ഞും കൂടുതൽ വില കൂടിയാലും ചക്കേന്റെ ചിപ്സാണ് കൂടുതൽ പേര് ചോദിക്കുന്നത്. നന്നായിട്ട് പോകുന്നു. പറയണ്ടല്ലോ, വളമൊന്നും ഇടുന്നില്ല, നാച്ചുറലാണ്. വെള്ളക്കുരുമുളക് കേരളത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള ഒരു ഉപയോഗം അത്ര ഇല്ലെങ്കിലും പുറത്ത് വെള്ളക്കുരുമുളകിന് അസാധ്യമായിട്ടുള്ള ഉപയോഗമുണ്ട്. ഗൾഫിലേക്കൊക്കെ പോകുന്നവർ മേടിക്കും. കുറച്ച് വില കൂടുതൽ വരുന്നു മാത്രമല്ല. അത് അതിന്റെ പ്രോസസ്സിങ് രീതിയൊക്കെ വരുമ്പം കർഷകർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ വില കൊടുത്താണ് ഇത് എടുക്കുന്നത്. പൊടി, തിപ്പല്ലി, നീലാമ്പരി, മൈലാഞ്ചി പൊടി വയനാടിന്റെ തന്നെ കൂട്ടാൻ എടുക്കുന്നത് മൈലാഞ്ചി പൊടി. ഇത് ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിൽ തല തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇതൊരു നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവായത്. നമുക്ക് ശരീരത്തിലും മറ്റ് മഞ്ഞൾപ്പൊടിയുടെ കൂടിയോ തേനിന്റെ കൂടിയൊക്കെ ചാലിച്ച് നമുക്ക് ശരീരത്തിന്റെ സൗന്ദര്യം കളർ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഗ്രാമ്പൂ ഉണ്ട്, തിപ്പല്ലി ഉണ്ട്, താളിപ്പൊടി ഉണ്ട്. ചെമ്പരത്തിൽ നിന്ന് എടുക്കുന്ന താളിപ്പൊടി ഉണക്കി എടുക്കുന്നതാണ്. പിന്നെ ഇരട്ടിമധുരപ്പൊടി ഉണ്ട്. പിന്നെ അതേപോലെ നീലാമ്പരി ഉണ്ട്. നീലാമ്പരിക്കൊക്കെ വമ്പണ്ട് നമ്മൾ ഒരുപാട് അയച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഉണ്ടാവും. നീലാമ്പരി ഇവിടെ തീർന്നാണോ എന്നറിയില്ല. നീലാമ്പരി ഉണ്ട്. പിന്നെ പപ്പടം, വയനാട് ഇത് പപ്പടം നമ്മളെ കർഷകർ തന്നെ ചെയ്യുന്ന പപ്പടം. കപ്പ അതേപോലെ കപ്പയുണ്ട്. പിന്നെ മറ്റേ നമ്മൾ നേരിട്ട് ചക്കയിൽ നിന്ന് തന്നെ ചെയ്യുന്ന ചക്കയുടെ പപ്പടം ഉണ്ടാവും. ചക്കപ്പപ്പടം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ചക്കയുടെ പപ്പടമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആണല്ലേ. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു പ്രത്യേകത പറഞ്ഞാൽ കൂവപ്പൊടി ഇഷ്ടംപോലെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഈ ഒരു കൂവപ്പൊടിക്ക് ഏകദേശം നല്ല റേറ്റ് വരും. 1300-1500 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒറിജിനൽ നമ്മൾ ആദിവാസികൾ അവർ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന കൂവയാണ്. ഇത് നമ്മളിവിടെ വളർത്തുന്ന നാട്ടിലുള്ള കൂവയല്ല ശരിക്കും കൂവ ഈ പൊടി എടുക്കുന്നത്. മറ്റേത് കിഡ്നിക്ക് അസുഖത്തിന് പറഞ്ഞ് കൊണ്ടുപോയാൽ കിഡ്നി തന്നെ ഉണ്ടാവില്ല. അപ്പം ഇത് കിഡ്നി അസുഖത്തിന് ഇങ്ങനെ കുറേ ആ ഒരു ബന്ധപ്പെട്ട അസുഖങ്ങൾക്കാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം കൂവപ്പൊടി. അപ്പൊ നമ്മള് ഇവിടുത്തെ ഒരുപാട് പേര് കൊണ്ടുവന്നത് അത് ഞങ്ങളല്ല നമ്മൾ കാര്യമൊക്കെ നല്ലതാണ്. കുടംപുളി പ്രോസസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എസൻസ് ആണിത്. ആ എസൻസിന് ഏകദേശം 1000 കൂടുതൽ വില വരും. പക്ഷേ ഇതൊരൊറ്റ തുള്ളി ഉപയോഗിച്ചാൽ മതി. കറിയിലേക്കാണെങ്കിലും നമ്മൾ പല അസുഖത്തിന് ഇപ്പൊ തൊണ്ടവേദന ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു കുടംപുളി പല രീതിയിലുള്ള തൊണ്ടവേദന ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാൻ പറ്റും. ഈ പുളിന്റെ ഒരു തുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ആ തൊണ്ടവേദന പെട്ടെന്ന് ശമിക്കും. മുളക് വടുക തീർന്നതാണ്. അത് അതിന്റെ മുകളിലാണ്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? മുളക് പൊടി നമ്മള് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കും. ഫുഡിന് പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി. ഇത് ഫേസ് ക്രീമിന്റെ ഇത് ഈ വലിയ ടീമുകൾ വരുമ്പോൾ അവർക്ക് ആ ഡെപ്പിനെ കഴിഞ്ഞ് ഇങ്ങനെയുള്ളത് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിദേശത്തേക്കൊക്കെ പോകുന്നവര് ഇതെടുക്കുന്നുണ്ട്. പിന്നെ കുടംപുളി വയനാടിന്റെ സ്വന്തം പുളിയാണ്. കാരണം ചുണ്ട് പൊട്ടുക, പിന്നെ കാല് വിണ്ട് കീറുക, പിന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന എന്ത് അസുഖങ്ങൾക്കും ഏത് അസുഖങ്ങൾക്കാണെങ്കിലും അത് പറ്റും. പിന്നെ ഞങ്ങൾ ഇതിന്റെ വൈനൊക്കെ ചെയ്യുന്നുണ്ടാണ്. ഞങ്ങളും അവരത് കൂടെ വിൽക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോ ഇതിൽ നിന്ന് വൈന് വമ്പൻ നമ്മളെ ചാമ്പങ്ങ, നെല്ലിക്ക അതിലൊരു 40 ദിവസം ഇതിട്ട് വെച്ചാൽ മതി. തേനിൽ ഒഴിച്ചിട്ട് 40 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശുദ്ധമായ വൈനായി. അതിൽ വേറൊന്നും ചേർന്നില്ല. പക്ഷെ അത് ശരീരത്തിന് അത്രയേറെ അത്ര ഗുണം ചെയ്യും. കാരണം നെല്ലിക്ക എല്ലാവർക്കും അറിയുന്നതാണ്, ജീവംശി സമൃദ്ധമാണ്. പിന്നെ തേന് രണ്ടും കൂടെ മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് മുളയരി. ഇതാണ് മുളയരി. വിദ്യമായ പിന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്. നല്ല കർക്കിടക മാസത്തിലൊക്കെ കഞ്ഞീൻ്റെ കൂടെ മറ്റ്
ഉലുവ തുടങ്ങിയ ഉലുവ, ഞവര തുടങ്ങിയ അരികളുടെ കൂടെ കഞ്ഞിയായിട്ട് വെച്ച് കഴിക്കുന്നുണ്ട്. ഇത് വേവ് കുറച്ച് കൂടുതലുണ്ടാകും. കഞ്ഞിയായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ വെള്ളത്തിലിട്ട് നമുക്ക് പുട്ട്, ദോശ അങ്ങനെയുള്ള രുചികരമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷെ പിന്നെ ഉപ്പുമാവ് പറ്റില്ല, കുറച്ച് വേവ് കൂടുതലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിലിടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയത്ത് വെള്ളത്തിൽ കിടക്കണം. ബാംബു റൈസ് എന്നാണ് അതിൻ്റെ പേര്. ബാംബു റൈസ് എന്നാണ് അതിന് പറയുന്നത്. ഇത് മസാല കാപ്പിപ്പൊടി. ഇത് മസാല കാപ്പിപ്പൊടിയാണ്. ഇതിൽ മെയിനായിട്ട് വയനാട്ടിലെ തനതായ 11 ഐറ്റം പിന്നെ വ്യഞ്ജനങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, മല്ലി അങ്ങനെ തുടങ്ങിയ ഗ്രാമ്പു, കറുവപ്പട്ട അങ്ങനെ തുടങ്ങി ഏകദേശം 11 ഐറ്റം വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാഡമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് വയനാട്ടിൻ്റെ പേരിൽ തന്നെ, ആ ലേബലിൽ തന്നെ ഒരുപാട് പേര് നോർത്ത് ഭാഗത്തു നിന്ന് വയനാടിൻ്റെ ഒരു ലേബൽ ഉണ്ടല്ലോ. കാരണം അതിനൊരു തനത് വയനാടിൻ്റെ ഒരു ലേബലുണ്ട്. അതായത് ഓർഗാനിക് ആണ്, മായങ്ങൾ ചേരാത്തതാണ്. പക്ഷേ ഇവിടെ വരുമ്പം ഇതിൻ്റെ പ്രൈസ് കുറച്ച് ഹൈ ആയിരിക്കും, കാരണം അത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നോർത്ത് ഭാഗത്തു നിന്നൊക്കെ 80 രൂപയ്ക്കൊക്കെ, ഇപ്പം തേനൊക്കെ ആണെങ്കിൽ 80 രൂപ 90 രൂപയ്ക്ക് ഇഷ്ടംപോലെ തേന് കിട്ടാനുണ്ട്. ഉൽപ്പന്നങ്ങൾ, പല ഉൽപ്പന്നങ്ങളും കിട്ടാനുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിന്ന് എടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് വയനാട് ലേബൽ മാത്രം പിന്നെ സ്റ്റിക്കർ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് കൂടി ഹൈ വിലയ്ക്ക് പുറത്ത് വിൽക്കുക. പക്ഷെ ആൾക്കാർ വിചാരിക്കും വയനാടിന്റെ ഒറിജിനൽ സാധനമാണെന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് വയനാട് ഫാമേഴ്സ് വികാസ് ഫോറം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് സാധനം വാങ്ങിക്കുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ കൊടുക്കാം. ഇത് മാം ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഷോപ്പിൽ വന്നാൽ അത് കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ നേരിട്ട് കളക്ട് ചെയ്തിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടും. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ചീപ്പറായിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ട് വാങ്ങിച്ച് വെറുതെ അത് ഗുണമേന്മയില്ലാത്ത രീതിയിൽ അത് കാശ് കളഞ്ഞ് അത് ഒരുപാടില്ലാത്ത രീതിയിലേക്ക് അത് പോകും. അപ്പോൾ ഇതൊന്ന് ഓർമ്മ വെച്ചേക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത് നമുക്ക് നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഒരുപാട് പ്രൊഡക്ട്സുകൾ, വയനാട്ടിലെ കർഷകരുടെ പ്രൊഡക്ട്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേൾഡ് വൈഡായിട്ട് എത്തിക്കാൻ കഴിയട്ടെ. ഇനി ആഡ്സൺ സ്റ്റോറിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും നമുക്കിതിന് എത്തിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്നും പരമാവധി ഞാൻ സപ്പോർട്ട്സ് തന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് കൃഷ്ണേട്ടൻ ഒരു അംഗമാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള. അപ്പോൾ താങ്ക് യു.